السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിത പരിസരങ്ങളിലെല്ലാം തന്നെ അനിവാര്യമായി ഉണ്ടാവേണ്ട ചില അടിസ്ഥാന ജീവിത ചിട്ടകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു പോയത്. ജീവിതത്തില് മനുഷ്യരെല്ലാവരും നല്ല കുടുംബാന്തരീക്ഷം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവരാണ്. മനുഷ്യന് എല്ലാ കാലത്തും മനസമാധാനം ആഗ്രഹിക്കുന്നവനും അതിനു വേണ്ടി പാടുപെടുന്നവനുമാണ്. നമുക്ക് ശാന്തമായ മനസ്സും ചിന്തയും ലഭിക്കണമെങ്കിൽ നമ്മളെ കുടുംബത്തിന്റെ അകത്തളം ശാന്തമായിരിക്കണം. അവിടെ നിന്നാണ് നല്ല പൗരന്മാരെ സമ്മാനിക്കുന്നത്, നല്ല സൊസൈറ്റി രൂപപ്പെടുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിൽ ഇടപെടുമ്പോൾ അവിടെ സൂക്ഷിക്കേണ്ട മര്യാദകളെ പഠിപ്പിച്ച് മര്യാദയുള്ള പൗരന്മാരെ ഉണ്ടാക്കിയെടുക്കുന്നതും സൃഷ്ടിക്കുന്നതെല്ലാം തന്നെ വീടിന്റെ അകത്തളാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആന് മനുഷ്യന് അവന്റെ ജീവിതത്തിന് ഈ രൂപത്തിൽ ഉതകുന്ന മഹത്തായ ദർശനങ്ങളെ, സന്ദേശങ്ങളെ പങ്കുവെക്കുകയും അത്തരം ഒരു ജീവിതാവസ്ഥയിലേക്ക് അവനെ കൈപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. സൂറത്തുൽ ലുഖ്മാന് നല്ല സമാധാനാന്തരീക്ഷമുള്ള ഒരു കുടുംബത്തെ സൃഷ്ടിക്കാൻ, അനുസരണയുള്ള മക്കളെ വളർത്തിയെടുക്കാൻ പര്യാപ്തമായ സന്ദേശങ്ങൾ എല്ലാ കാലത്തുമുള്ള കുടുംബങ്ങൾക്ക് കൈമാറുകയാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പറഞ്ഞു പോയതുപോലെ മനുഷ്യ കുടുംബത്തിലെ രണ്ട് ജീവിത ചിന്തകൾ പേറുന്ന വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു വന്ന് അവിടെ സമാധാനവും സന്തോഷവും നിലനിൽക്കാൻ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങളെ നമുക്ക് മുമ്പിൽ അള്ളാഹു അവതരിപ്പിച്ച് ഓരോ പിതാക്കന്മാരും അതുപോലെ തന്നെ മാതാക്കളും സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ചാണ് അതിനുശേഷം അള്ളാഹു നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അവിടെ ശ്രേഷ്ഠനായ ശ്രദ്ധേയനായ ഒരു മഹാപുരുഷനെ നമുക്ക് മുമ്പിൽ വെച്ച് അന്ത്യനാൾ വരേക്കുമുള്ള എല്ലാ കുടുംബങ്ങളിലേക്കും ആ കുടുംബനാഥന്റെ ജീവിത മഹത്വത്തെ, അദ്ദേഹത്തിന്റെ ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണങ്ങളെ, പെരുമാറ്റ ചട്ടങ്ങളെ, അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളിലെ മഹത്വത്തെയെല്ലാം തന്നെ നമുക്ക് മുമ്പിൽ പങ്കുവെച്ച് ആ വഴി സ്വീകരിക്കാൻ, അദ്ദേഹത്തിന്റെ മാതൃക സ്വീകരിക്കാൻ നമ്മെ അള്ളാഹു ഗുണദോഷിക്കുകയാണ്, പ്രപഞ്ച സൃഷ്ടാവ് ഉപദേശിക്കുകയാണ്. ലുഖ്മാനെ കുറിച്ച് പറഞ്ഞു വന്ന് പിന്നീട് അദ്ദേഹത്തിന്റെ വ്യക്തി പ്രഭാവത്തെക്കുറിച്ച് അള്ളാഹു സൂചിപ്പിച്ച് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബ വിഷയങ്ങൾ നമുക്ക് മുമ്പിൽ അള്ളാഹു ഇവിടെ അവതരിപ്പിക്കുകയാണ്. അതിൽ ഒന്നാമതായി അദ്ദേഹം തന്റെ കുഞ്ഞിനെ വിളിക്കുന്ന രംഗമാണ്. വൈദ് ഖാല ലുഖ്മാനു ലി ഇബ്നിഹി, വദ്കുർ, നീ സ്മരിക്കണം, ലുഖ്മാന് തന്റെ കുഞ്ഞിനോട് പറഞ്ഞ ആ വിഷയങ്ങളെ. വഹുവ യഇലുഹു,
അദ്ദേഹം തന്റെ കുഞ്ഞിനെ ഉപദേശിക്കുകയാണ്. നമ്മള് യഅ്ലുഹു എന്ന് പറഞ്ഞ വാക്കിനെ അതെന്താണെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു പോയി. മനുഷ്യന്റെ ഉള്ളിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന, അവന് ബോധ്യമുള്ള, എന്നാൽ പലതുകൊണ്ടും അവൻ മറന്നുപോയ അല്ലെങ്കിൽ അശ്രദ്ധനായി പോയ കാര്യങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതിനാണ് അറബിയിൽ വഅദ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആ കുഞ്ഞിൽ നിരന്തരം അത് നിൽക്കുന്നുണ്ട്. നിരന്തരം ആ കുഞ്ഞുമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെ ഒരു പിതാവ് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ നിരന്തരം വീണ്ടും വീണ്ടും ഒരു പിതാവ് ഉണർത്തി കൊടുക്കുകയാണ്. ആ പ്രകൃതി ബോധത്തെക്കുറിച്ചാണ്, ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അനിഷേധ്യമായ ആ സത്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചത്. ഉള്ളിൽ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന, അവന് ബോധ്യമുള്ള, അവൻ ഇഅ്തിറാഫ് ചെയ്യുന്ന, അവൻ സമ്മതിക്കുന്ന ആ സത്യത്തെ ഉണർത്തിക്കൊടുക്കുന്ന ഒരു കാര്യം പറയുമ്പോഴാണ് ഇത്തരം വാക്കിനെ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് ആ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സത്യം എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു പോയി. അപ്പൊ ഇവിടെ ഉപദേശകൻ ഉപദേശിക്കപ്പെടുന്ന വ്യക്തിയോട് പുലർത്തേണ്ട മര്യാദകളുണ്ട്. അറബിയില് ഒരു ആപ്തവാക്യമുണ്ട്: നീ മറ്റുള്ളവർക്കിടയിൽ വെച്ച് ഒരാളെ ഉപദേശിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തെ നീ ഉപദേശിക്കുകയല്ല, പരിഹസിക്കുകയാണ് ചെയ്യുന്നത് എന്ന്. ആളുകൾക്കിടയിൽ വെച്ച് മറ്റുള്ളവർ കേൾക്കെ കാണവേ ഒരാളെ ഉപദേശിക്കാൻ പാടില്ല എന്ന്. അത് ആക്ഷേപമാണ്, നിന്ദിക്കലാണ്. ഉപദേശകൻ പുലർത്തേണ്ട മര്യാദകളുണ്ട്. അച്ചടക്കമുണ്ട്. നമ്മുടെ പൊതു ഇടങ്ങളിൽ അതാ പറഞ്ഞു, വീടിന്റെ അകത്തളത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള എല്ലാ പാഠങ്ങളും നമ്മൾ പഠിക്കേണ്ടത്. പലപ്പോഴും നമുക്ക് ഇത്തരം മഹാ വ്യക്തിത്വങ്ങളെ അള്ളാഹു നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോൾ, അവരുപയോഗിച്ച ശൈലികൾ നമുക്ക് മുമ്പിൽ അള്ളാഹു അവതരിപ്പിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ശൈലികളും സമീപനങ്ങളും ഉണ്ടാവേണ്ടതുണ്ട് എന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഇതെല്ലാം വായിക്കുന്ന, ഇതെല്ലാം നിരന്തരം പാരായണം ചെയ്യുന്ന ആളുകൾ ഉപദേശകരായിട്ട് വരുമ്പോൾ അവരില് ഈ സമീപനങ്ങളൊന്നും നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നില്ല. പൊതുസമൂഹത്തെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്? എത്രമാത്രം അപഹാസ്യമായ വാക്കുകൾ കൊണ്ടാണ് നമ്മൾ ഉപദേശിക്കുന്നത്. വ്യക്തികളെ, സമൂഹത്തെ ഉപദേശിക്കേണ്ടത് അവരില് നേരിട്ട് പിഴവുകളും തെറ്റുകളും കാണുമ്പോഴാണ്. അല്ലെങ്കിൽ കോമൺ ആയിട്ട് പറഞ്ഞു പോകണം. ഇത് ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ആക്ഷേപ സ്വരത്തിലാണ് ഉപദേശങ്ങൾ നടക്കുന്നത്. ഏത് ഉപദേശമാണ്, ഏത് സന്ദേശമാണ് കൈമാറുന്നത്? പ്രവാചകന്മാരുടെ സന്ദേശം. പ്രവാചകന്മാര് മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോൾ ആരെയും അപഹസിക്കുകയോ നിന്ദിക്കുകയോ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇൻ കുൻത ഫള്ളൻ ഗലീലൽ ഖൽബി ലംഫളു മിൻ ഹൗലിക്, അങ്ങ് കടുത്ത മനസ്സിന്റെ ഉടമയായിരുന്നുവെങ്കിൽ അങ്ങയുടെ ചുറ്റിൽ നിന്നും അങ്ങയുടെ അരികിൽ നിന്നും ആളുകൾ ഓടിപ്പോകുമായിരുന്നു എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ ഉത്കൃഷ്ടമായ സ്വഭാവത്തോട് കൂടിയിട്ടാണ് പരിശുദ്ധ റസൂലിനെ കൊണ്ടുവരുന്നത്. അല്ലേ? ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, എന്നെ നിയോഗിച്ചിരിക്കുന്നത് എല്ലാ ഉത്കൃഷ്ട സ്വഭാവങ്ങളുടെയും പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നാ. അപ്പൊ ഒരു പരിശുദ്ധ റസൂല് സ്വീകരിച്ച നിലപാടുകളും സമീപനങ്ങളുണ്ട് ഉപദേശങ്ങളില്. ആ ഉപദേശങ്ങള് പലപ്പോഴും മറക്കുകയും ആ പ്രവാചക ദർശനങ്ങളെ അവതരിപ്പിക്കുന്നിടത്ത് വളരെ പരുക്കൻ സ്വഭാവം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി
മാറിയവരാണ് നമ്മൾ. അപ്പൊ ഇവിടെ ഒരു കുഞ്ഞിനെ ഉപദേശിക്കുന്ന രീതി ഒന്ന് നോക്കിക്കാട്ടെ. ഒരു പിതാവ് തന്റെ പുത്രനെ വിളിക്കുകയാണ്, യാ ബുനയ്യ, യാ ഇബിനി, എബിനി എന്ന് വിളിച്ചാൽ മതി, മോനെ എന്ന് വിളിച്ചാൽ മതി. ഇമാം ഷാറാബി പറയുന്നുണ്ട്, ഇവിടെ യാ ബുനയ്യ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? വലം യഖുൽ യാ ഇബിനി എന്ന് അദ്ദേഹം പറഞ്ഞില്ല, എബിനി എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അത് ഒരു തലത്തുഫ്, ഒരു തർക്കീക്ക് ആ വാക്കിൽ കൊണ്ടുവന്നിട്ട് ഒരു കുഞ്ഞിന്റെ മനസ്സിലേക്ക് എല്ലാ സന്തോഷവും സംതൃപ്തിയും ആ വാക്കിലൂടെ ഒരു പിതാവ് കൈമാറുന്നു. ആ വാക്കിനെ അള്ളാഹു എടുത്തുദ്ധരിക്കുമ്പോഴ് അന്ത്യനാൾ വരേക്കുമുള്ള മനുഷ്യ കുടുംബം അവരുടെ മക്കളോട് ഒരു പിതാവ്, ഒരു മാതാവ് തന്റെ കുഞ്ഞിനോട് ഉപദേശിക്കുമ്പോഴേ ഈ ശൈലി സ്വീകരിക്കണമെന്ന് അള്ളാഹു പറയുമ്പോഴേ അള്ളാഹു ഒരു കുഞ്ഞിന്റെ മനസ്സിന്റെ സമാധാനം എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് നല്ല തലമുറകളെ നിങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹു നിങ്ങളിൽ ആഗ്രഹിക്കുന്നു. ഇപ്പൊ വെറുതെ ഒരു വർത്തമാനം അള്ളാഹു പറഞ്ഞു തരികയല്ല ചെയ്യുന്നത്. പടച്ച തമ്പുരാന് ഒരു ശ്രേഷ്ഠനായ മഹാവ്യക്തിയുടെ ഉപദേശങ്ങളെ എടുത്തുദ്ധരിക്കുമ്പോൾ അദ്ദേഹത്തെ തന്നെ പഠിപ്പിച്ച, അദ്ദേഹം പ്രയോഗവൽക്കരിച്ച ശൈലികളെ അള്ളാഹു മനുഷ്യ കുടുംബത്തിന്റെ ജീവിത ദർശനമായ, അവരുടെ ജീവിത വഴിയായി അവർക്ക് മുമ്പിൽ അവതരിപ്പിച്ച ഒരു വേദത്തിൽ അതിനെ ഉദ്ധരിക്കുമ്പോഴേ അത് എത്രമാത്രം മഹത്തരമാണെന്നും അങ്ങനെ ഉപയോഗിച്ച് കുഞ്ഞുങ്ങളിലേക്ക്, തലമുറകളിലേക്ക് വിഷയങ്ങളെ കൈമാറേണ്ടതിന്റെ അനിവാര്യത എത്രമാത്രമാണെന്നും അള്ളാഹു ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോ ഈ ഒരു വാക്കിൽ മാത്രം യാ ഇബിനി എന്നല്ല പറയുന്നത്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, എന്റെ കുഞ്ഞുമോനെ എന്ന് വിളിച്ചുകൊണ്ട് മൃദുലമായി ഏറ്റവും നല്ല സ്വരത്തിൽ ഒരു കുഞ്ഞിനെ വിളിച്ചുകൊണ്ടായിരിക്കണം ആ കുഞ്ഞിനെ ഉപദേശിക്കേണ്ടത്. ഗാലിബിന്റെ ഒരു വർത്താനുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് അവര് ഉറങ്ങാൻ പോകുന്ന സമയത്ത് കുപിതരാകുകയാണോ, അവന്റെ മനസ്സ് ഏറ്റവും കടുത്ത നിലയിലായിരിക്കും, അതിനാൽ നിങ്ങൾ അവൻ ഉറങ്ങുന്നതിന് മുമ്പ് അവനിലേക്ക് നിങ്ങൾ സാന്ത്വനത്തിന്റെ വാക്ക് നൽകി അവന്റെ ചിന്തയെയും മനസ്സിനെയും നിങ്ങൾ കുളിർ കൊള്ളിക്കൂ, എങ്കിൽ അവൻ എഴുന്നേൽക്കുമ്പോൾ അവൻ ഏറ്റവും ഉന്മേഷവാനായി എഴുന്നേൽക്കുമെന്ന്. ഉറങ്ങാൻ പോകുന്ന സമയത്ത് കുഞ്ഞിനോട് മോശമായ വാക്ക് പറയരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അള്ളാഹു എത്ര സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ വാക്കുപയോഗിക്കണമെന്ന് ഇവിടെ ഈ ഒരൊറ്റ പ്രയോഗം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹു പഠിപ്പിക്കുക. നമ്മളെ വീടിന്റെ ഉള്ളിലല്ലോ എങ്ങനെയാണ് കുട്ടികളെ നമ്മൾ വിളിക്കുക? എത്രയോ മാതാപിതാക്കള് മറ്റുള്ളവരെ മുമ്പിൽ വെച്ച് കുഞ്ഞുങ്ങള് ഇവനൊന്നും പഠിക്കാത്തവനാന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അവൻ വളരെ വികൃതിയുള്ളവനാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആ കുഞ്ഞ് ആ സമയത്ത് അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്. താൻ അറിയാത്ത കയറി വരുന്ന ആളുകളോട് തന്നെ കുറിച്ച് തന്റെ പിതാവ് അല്ലെങ്കിൽ തന്റെ മാതാവ് മോശം പറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സ് ആ സമയത്ത് വേദനിക്കുന്നുണ്ട്. പക്ഷെ അത് ആ കുട്ടിക്ക് തന്റെ പിതാവിനോടുള്ള ബഹുമാനം കൊണ്ടോ മാതാവിനോടുള്ള ആദരവ് കൊണ്ടോ അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞിനെ എത്രമാത്രം സമാധാനമുള്ള വാക്കുകൊണ്ട് നിങ്ങൾ സംബോധന ചെയ്യുന്നുവോ അത്ര കണ്ട് ആ കുഞ്ഞ് നന്നാകും. എത്ര കണ്ട് മോശമായ വാക്ക് ഉപയോഗിക്കുന്നുവോ അത്ര കണ്ട് ആ കുഞ്ഞ് മോശമാകും. മനസ്സിന്റെ മാറ്റം അവിടെ നടക്കുന്നുണ്ട്. മനസ്സിൽ പലവിധ വർണ്ണങ്ങൾ, പലതരത്തിലുള്ള ചിന്തകളും വിചാരങ്ങളും ആ സമയത്ത് കടന്നു പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഒരു വ്യക്തിയെ ഏറ്റവും ഉത്കൃഷ്ടനാക്കും, ഒരു വ്യക്തിയെ ഏറ്റവും നിന്ദനാക്കും. ഏറ്റവും മോശമായ ഒരു കുഞ്ഞിനോട് എപ്പോഴും പറഞ്ഞു നോക്കൂ, നിങ്ങൾ നീ നല്ലവനാണെന്ന് പറഞ്ഞു നോക്കൂ.
ആ കുഞ്ഞ് നല്ല കുട്ടിയാവും. പഠിക്കാത്ത കുട്ടിയോട് നല്ല പഠിക്കണ മോനാണ് കേട്ടോ, നിന്റെ കണ്ണിലും നിന്റെ മുഖത്തും നീ നല്ല ബുദ്ധിയുള്ള കുഞ്ഞാണെന്ന് എനിക്ക് നോക്കുമ്പോ തന്നെ തോന്നുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന് പറഞ്ഞു നോക്കൂ. ആ കുഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷിക്കും, ആ കുഞ്ഞ് പഠിക്കും. എന്നാൽ എവിടെയെങ്കിലും ഒരു പിഴവ് സംഭവിക്കുമ്പോഴേക്കും ഒരു കുഞ്ഞിനെ പൊട്ട എന്ന് വിളിക്കുന്ന മാതാപിതാക്കളുണ്ട്. വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് സംബോധന ചെയ്യുന്ന എന്താ പറയുക ഉമ്മമാരുണ്ട്. അതെല്ലാം ആ കുഞ്ഞിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം അത് വലുതാണ്. അതിനാൽ അള്ളാഹു നമ്മളെ ഉപദേശിക്കുകയാണ്, നിങ്ങൾ കുട്ടികളെ വിളിക്കുമ്പോഴ്, അവനെ നിങ്ങൾ സംബോധന ചെയ്യുമ്പോഴ് നിങ്ങൾ ആ കുഞ്ഞിന്റെ മനസ്സിനെ കുളിർ കൊള്ളിപ്പിക്കുന്ന, അവനെ സന്തോഷഭരിതനാക്കുന്ന രൂപത്തിലുള്ള വാക്യങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം അവിടെ ഒരു തലമുറയുടെ, നല്ല തലമുറയുടെ സൃഷ്ടിപ്പ് നടക്കേണ്ടതുണ്ട്. യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കരുത്. അപ്പോ ഇതൊരു പിതാവ് ഒരു കുഞ്ഞിന് കൈമാറേണ്ട അടിസ്ഥാന ഉപദേശങ്ങളിലെ ഏറ്റവും മൂർത്തമായ ഉപദേശമാണ് ലുക്മാൻ തന്റെ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് തന്നെയാണ് അന്ത്യനാൾ വരേക്കുമുള്ള എല്ലാ മാതാപിതാക്കളും പിതാവ് എന്ന നിലക്ക്, മാതാവ് എന്ന നിലക്ക് കൈമാറേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ നസീഹത്ത്, വഅള് ഇത് തന്നെയാണ്. അപ്പൊ ലാ തുശ്രിക് ബില്ലാഹ്, പടച്ചവനോടൊന്നിനെയും പങ്കു ചേർക്കരുത്. അപ്പൊ ഈ പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവുണ്ട്, ഇത് വെറുതെ ഉണ്ടായതല്ല. ഇവിടെ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ പറയുക. സൂര്യന് ജ്വലിക്കാൻ തുടങ്ങി എത്രയോ കാലങ്ങൾ പിന്നിട്ടു. സൂര്യനിൽ നിന്നും ജീവിതത്തിന് ആവശ്യമായ എന്തൊക്കെയുണ്ടോ അതെല്ലാം സ്വീകരിച്ച് എത്രയോ തലമുറകൾ ഇവിടെ കടന്നുപോയി. പക്ഷേ സൂര്യൻ ഇപ്പോഴും ഉണ്ട്. ചന്ദ്രനെ വർണ്ണിക്കാൻ തുടങ്ങി കാലങ്ങൾ എത്രയായി. വർണ്ണിച്ചവരെല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് മറഞ്ഞുപോയി. സൂര്യൻ ഇപ്പോഴും അതിന്റെ ആ പ്രഭ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള മഹാ അത്ഭുതങ്ങളും ദൃഷ്ടാന്തങ്ങളുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതിനെല്ലാം തന്നെ ഓരോ തലമുറകളും അതിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള ഉപകാരങ്ങളും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയോ അതെല്ലാം അവര് അനുഭവിക്കുകയും അവരെല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുകയും, എന്നാൽ പ്രപഞ്ചനാഥന്റെ ഈ ദൃഷ്ടാന്തങ്ങൾ ഇപ്പോഴും അതിന്റെ പ്രൗഢിയിൽ ഈ പ്രപഞ്ചത്തെ വർണ്ണശബളമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിന്തിക്കുന്ന മനുഷ്യൻ ഇതിന്റെ എല്ലാം പിറകിൽ ഒരു മഹാശക്തിയുടെ കരമുണ്ട് എന്ന് അവൻ സ്വയം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വഹുവ യഇദുഹു എന്ന് പറഞ്ഞത്. ആ കുഞ്ഞിന്റെ തന്നെ ശുദ്ധബോധത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതി സത്യമാണ് ഇതിന്റെ എല്ലാം പിറകിൽ ഒരു നാഥനുണ്ട് എന്നുള്ളത്. അപ്പോ ഇതെല്ലാം ഈ രൂപത്തിൽ പരിപാലിച്ചു കൊണ്ടുപോകുന്ന, ഇതിനെ ഈ രൂപത്തിൽ സംവിധാനിച്ച ആ മഹാശക്തിയുടെ മഹത്വത്തെ കളങ്കപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഇടപെടൽ നടത്താൻ പാടില്ല. മനുഷ്യൻ ദൈവത്തിന് പങ്കാളികളെ ചാർത്തുന്നത് ബുദ്ധിശൂന്യത കൊണ്ടാണെന്ന് ഇമാം ഹസനുൽ ബസരി പറയുന്നുണ്ട്. ബുദ്ധിശൂന്യത കൊണ്ട്. കാരണം ദൈവത്തെ തിരിച്ചറിയാതെ പോകുമ്പോഴേ, ദൈവത്തിന്റെ മഹത്വം ബോധ്യപ്പെടാതെ പോകുമ്പോഴേ, ആ മഹാശക്തിയുടെ ശക്തി വിശേഷണങ്ങൾ അറിയാതെ പോകുമ്പോഴേ മനുഷ്യന് അവൻ ദൈവത്തിന് സമന്മാരെ സൃഷ്ടിക്കും. 3 തരത്തിലാണ് ബുദ്ധിയെ വ്യാഖ്യാനിക്കുന്നത് അദ്ദേഹം. ഒന്ന് അഖ്ലുൻ അലീമുൻ, ഉന്നതമായ ചിന്തയുള്ള ആൾക്കാർ. മറ്റൊന്ന് മുതവസ്സിത്തായ അഖ്ൽ, മറ്റൊന്ന് വളരെ സുഫ്ല, താഴെ തട്ടിൽ നിൽക്കുന്ന ചിന്തയുള്ള മനുഷ്യർ. ഈ അലീമായ അഖ്ലുള്ള മനുഷ്യര് പ്രപഞ്ചത്തെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുകയും അങ്ങനെ ഈ കാണുന്ന മഹാ അദ്ഭുത ലോകത്തെ സംവിധാനിച്ച ഒരു സംവിധായകനെ കുറിച്ച്
അഗാധമായി ചിന്തിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഖുർആനും അങ്ങനെ പറയുന്നത്, അല്ലദീന യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ അഗാധതയിൽ അവർ ചിന്തിക്കും എന്ന് പറയുന്നത്. എന്നിട്ട് പറയും, അവിടെ തിരിച്ചറിയും ഇതിന്റെ പിറകിൽ ഒരു മഹാശക്തിയുണ്ട്. റബ്ബന, ഞങ്ങളുടെ പരിപാലകനായ നാഥ, മാ ഖലഖ്ത ഹാദാ ബാത്തില, ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചു വെച്ചതല്ല, ലക്ഷ്യമുണ്ട്, ഞങ്ങൾ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് അവർ പ്രാർത്ഥിക്കും. അപ്പോ ദൈവത്തെ ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യൻ ഉന്നതമായ ചിന്ത പുലർത്തുന്നവനായിരിക്കും, അഗാധമായി ചിന്തിക്കുന്നവനായിരിക്കും. ചിന്താശൂന്യർ മാത്രമാണ് ചിന്ത എവിടെയാണോ ശോഷിച്ചു പോകുന്നത്, ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് മനുഷ്യൻ താഴോട്ട് പോകുന്നത്, അവിടെയാണ് മനുഷ്യൻ ദൈവത്തിന് പങ്കാളികളെ ചാർത്തുന്നത്. അപ്പൊ നമ്മള് ബുദ്ധിയുള്ളവരാകണം. മനുഷ്യന് അവന് നൽകിയ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തുന്നവനായിരിക്കണം. കണ്ടതും കേട്ടതും വരച്ചതും എല്ലാം തന്നെ ദൈവമായി മാറ്റുന്ന ആ ഒരു എന്താ പറയാ, വളരെ ലോ സ്റ്റേജിലുള്ള, താഴെ തട്ടിലുള്ള ഒരു ചിന്തയെ ഉപയോഗപ്പെടുത്തുന്നവരാകാൻ പാടില്ല. ഒരു സദസ്സിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്വാമിജി പ്രസംഗിക്കുന്നത് കേട്ടു. അദ്ദേഹം എന്തുകൊണ്ടാണ് മുസ്ലിങ്ങള് ദൈവത്തിന് പങ്കാളികളെ ചാർത്താൻ പാടില്ല എന്ന് പറയുകയും എന്നാൽ അവരും പലതിനെയും പൂജിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ എന്ന് പല പണ്ഡിതന്മാരോടും അദ്ദേഹം ചോദിച്ചു അത്രേ. അപ്പൊ അവരെല്ലാവരും പറയുന്നത്, അതെ, അതെല്ലാം ഉണ്ട്, ഞങ്ങളെ സമൂഹത്തിലും അത്തരത്തിലുള്ള ചില അവസ്ഥകൾ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാണ്, അതെ, അതുണ്ടാവും, അത് മനുഷ്യന് അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റൂല, അത് മനുഷ്യന്റെ പ്രകൃതിപരമായ ഒന്നാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രകൃതിപരമായ ഒന്നല്ല, അത് മനുഷ്യൻ ചിന്താപരമായി താഴേക്ക് വരുമ്പോൾ അവന്റെ പ്രകൃതി, ശുദ്ധമായ പ്രകൃതി ബോധത്തിൽ അവന്റെ ചിന്താശൂന്യത കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത് അവൻ സ്വയം. എന്തുകൊണ്ട് എന്ന് വെച്ചാല് മനുഷ്യന് ദൈവേതര വസ്തുക്കളെ ദൈവനാമങ്ങൾ ചാർത്തി വിളിക്കുമ്പോൾ അവനൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ആ വസ്തുക്കളെ മുഴുവനും അവൻ നിരാകരിക്കുന്നുണ്ട്, അവൻ വിസ്മരിക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് ഉപകാരപ്പെടുന്നതല്ല എന്ന് അവൻ ബോധ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് അവനെ സംവിധാനിച്ച, അവനെ സൃഷ്ടിച്ച, അവന് ജീവനും ജീവിതവും നൽകിയ ഒരു മഹാശക്തിയിലേക്ക് അവൻ ഹൃദയം കൊണ്ട് പൂർണ്ണമായിട്ട് മടങ്ങുന്നുണ്ട്. വൈദാ മസ്സൽ ഇൻസാന ദുർറു ദഅനാ ലിജംബിഹി ഖായിമൻ ഔ ഖായിദാ, മനുഷ്യന് പ്രതിസന്ധി വന്നാൽ, അവൻ ജീവിതവും മരണവും മുഖാമുഖം കണ്ടുമുട്ടിയാൽ അവൻ നിന്നും ഇരുന്നും കിടന്നും പ്രപഞ്ചത്തിന്റെ നാഥനായ പരിപാലകനായ ഏകനായ ആ മഹാശക്തിയിലേക്ക് അവൻ പൂർണാർത്ഥത്തിൽ ഹൃദയം കൊണ്ട് മടങ്ങുന്നുണ്ട്. അത് മനുഷ്യന്റെ പ്രകൃതിപരമായ ബോധമല്ല. പ്രകൃതി, അവന്റെ പ്രകൃതത്തിന്റെ മുകളിൽ അവൻ ചാർത്തുന്ന തെറ്റായ ചില സമീപനങ്ങളാണ്. മനുഷ്യന്റെ പ്രകൃതം അവന്റെ ചെറുപ്രായത്തിൽ അവന്റെ അമ്മയുടെ, അവന്റെ അച്ഛന്റെ, അവന്റെ ഉപ്പയുടെ, ഉമ്മയുടെ കൈവിരൽ പിടിച്ചുകൊണ്ട് വാനലോകത്തേക്ക് നോക്കി ആ അമ്പിളിമാമനെ ആരാണ് അവിടെ തൂക്കിയത് എന്ന് ഒരു കുഞ്ഞു ഹൃദയം ചോദിക്കുന്നുണ്ട്. പൂക്കളുടെ നിറങ്ങളിലേക്ക് നോക്കിയിട്ട് ഈ വർണ്ണങ്ങളെ ആരാണ് ഈ ഇലകളിൽ ചാർത്തിയത്, ഈ ഇതളുകളിൽ ചാർത്തിയത് എന്ന് കുഞ്ഞുങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മളും ചോദിച്ചിട്ടുണ്ട്. ആ ചെറുപ്രായത്തിൽ ചുറ്റുമുള്ള ഓരോന്നിലേക്കും നോക്കി ആ കാണുന്ന ഏതൊന്നും അവന്റെ ചിന്തയെ അത്ഭുതം കൊള്ളിപ്പിക്കുകയും അവന്റെ ഹൃദയം വല്ലാതെ തുടിക്കുകയും ആനന്ദം കൊണ്ട് തുടിക്കുകയും, ആരാണ് ഇതെല്ലാം ഇവിടെ വെച്ചിരിക്കുന്നത്, ആരാണ് ഇതിനെല്ലാം ഇവിടെ ഈ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് അവന്റെ ഹൃദയം തേടിയതിന്റെ ഭാഗമായിട്ടാണ് അവൻ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ, നമ്മളെല്ലാവരും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിരന്തരം ചോദിച്ചത്.
പിന്നെ നമ്മളെ ടൈ കെട്ടി നമുക്ക് പാന്റും ഷർട്ടെല്ലാം ഇടിച്ച് നമ്മളെ പുറത്ത് നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ഭാരവും വെച്ച് തന്ന് നമ്മളെ കലാലയത്തിലേക്ക് പറഞ്ഞു വിടുകയും അവിടെ മുതൽ മറ്റൊരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ നിരന്തരം പാഠപുസ്തകങ്ങളിലെ ഒന്നിലേക്ക് നോക്കി നമ്മെ വളരെ കർശനമായ രൂപത്തിൽ നമ്മളെ ഉപദേശിച്ചു കൊണ്ടുപോയപ്പോൾ പിന്നീടുള്ള നമ്മുടെ ചിന്തയും വളർച്ചയും നമുക്ക് മുമ്പിൽ വെക്കുന്ന ജീവിത സൗഭാഗ്യങ്ങളെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതായി. ഓരോ കാൽവെപ്പുകളും പിന്നീട് ജീവിത സൗഭാഗ്യങ്ങളെ പിടിച്ചെടുക്കുവാൻ, അതിലേക്ക് എത്തിപ്പെടുവാനുള്ള കാൽവെപ്പുകളായി മാറി. അതോടുകൂടി പ്രപഞ്ചത്തെക്കുറിച്ചും തന്റെ ചുറ്റുമുള്ള മഹാ അത്ഭുതങ്ങളെ കുറിച്ചുമുള്ള ചിന്തകളിൽ നിന്നും മനുഷ്യൻ താഴോട്ട് പോയി. അതുവരെ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്നും പിന്നീട് അവന്റെ ജീവിത സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഞെട്ടോട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളും ചിന്തകളും മാത്രമായി. അവസാനം അവന്റെ ഒരു ചാൺ വയറിന് വേണ്ടി ജീവിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി അവൻ നിരന്തരം രാവും പകലും പണിയെടുക്കേണ്ടി വന്നു. എല്ലാം അവന്റെ ശുദ്ധബോധത്തിലുള്ള മുഴുവനും അവൻ മറന്നുപോകുന്നു. ഇവിടെ അവന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾക്ക് മുമ്പിൽ ആശ്വാസമായി അവൻ കാണുന്ന ഒന്നിനെ അങ്ങ് വണങ്ങുക എന്ന ഒരു വല്ലാത്തൊരു തെറ്റായ മാനസികാവസ്ഥയിലേക്ക് മനുഷ്യൻ എടുത്തെറിയപ്പെടുന്നു. അവിടെയാണ് ദൈവത്തോടുള്ള ഇത്തരത്തിലുള്ള തെറ്റായ സമീപനങ്ങൾ മനുഷ്യ ജീവിതത്തിൽ കടന്നു വരുന്നത്. മനുഷ്യ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള തെറ്റുകൾ കടന്നു വരുന്നത് അവിടെയാണ്. അതുകൊണ്ടാണ് പടച്ച തമ്പുരാന് പിന്നെ ഇന്നല്ലദീന അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. പടച്ചോനില് നിർഭയത്വം പ്രാപിക്കുക, എന്നിട്ട് ആ നിർഭയത്വത്തെ കളങ്കപ്പെടുത്തുന്ന ഒന്നും അവൻ പിന്നീട് അണിയാതിരിക്കുക, അവർക്ക് അള്ളാഹു പൂർണ്ണ നിർഭയത്വം നൽകുമെന്നാണ്. പടച്ചോനെ നന്നായി തിരിയണം. ഒരാളിൽ എപ്പോഴാണ് നമ്മൾ പൂർണ്ണ സംതൃപ്തനും നിർഭയത്വമുള്ളവനായിട്ട് മാറുക? ആ വ്യക്തിയെ കുറിച്ചുള്ള പൂർണ്ണ അറിവും ആ വ്യക്തിയുടെ കഴിവിനെ കുറിച്ച് നമുക്ക് എല്ലാ തരത്തിലുള്ള ധാരണയും ഉണ്ടാകുമ്പോഴാണ് ആ വ്യക്തി എന്നെ സംരക്ഷിക്കുവാൻ, എന്നെ പ്രൊട്ടക്ട് ചെയ്യുവാൻ, എനിക്ക് വേണ്ടി എല്ലാം പകർന്നു നൽകുവാൻ കഴിവുറ്റവനാണ്, കഴിവുള്ളവനാണ് എന്ന തിരിച്ചറിവുണ്ടാകുക. ദുർബലനായാലും മനുഷ്യനോട് നമ്മൾ ചേർന്ന് നിൽക്കൂ. ആ ദുർബലത നമുക്ക് ഇന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കി നമുക്കറിയാം. നമ്മളെ ദുർബലത കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് സംഭവം. ആരിലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരവസ്ഥാ വിശേഷം നമുക്കില്ലേ? എന്നാൽ ഒരു ശക്തനായ അധികാരിയോടൊപ്പം ചേർന്ന് നിൽക്കാൻ വെമ്പൽ കൊള്ളുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നില്ലേ? അത് തിന്മയുടേതാണെങ്കിലും നന്മയുടേതാണെങ്കിലും പടച്ചവനിലേക്ക് അതിനൊന്ന് ചാർത്തി വെച്ച് നോക്കൂ. പടച്ച തമ്പുരാന്റെ ഇടപെടലിനെ കുറിച്ച്, അവന്റെ മഹത്വത്തെക്കുറിച്ച്, അവന്റെ അളമത്തിനെ കുറിച്ച്, അവന്റെ കുതിരത്തിനെ കുറിച്ച് പടച്ച തമ്പുരാന്റെ റുബൂബിയത്തിലും അതുപോലെ തന്നെ ഉലൂഹിയത്തിലും മാത്രം വിശ്വസിച്ചാൽ പോരാ. നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചു പോയ പിഴവുകൾ അവിടെയാണ്. അള്ളാഹുവിന്റെ അസ്മാൽ സിഫാത്തിലുള്ള അഗാധമായ തൗഹീദിനെ കൂടി ഉൾക്കൊള്ളേണ്ടതുണ്ട്. അപ്പൊ പടച്ചോന്റെ ഗുണവിശേഷങ്ങളെ കുറിച്ച് നന്നായി പഠിക്കണം. അത് നമ്മളെ സമൂഹത്തിന് പകരം നൽകണം. അള്ളാഹിന്റെ സിഫത്തുകളെ കുറിച്ച് ആരാണ് പഠിപ്പിക്കുന്നത്? അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളെ ജീവിതത്തിലും പടച്ചോനുണ്ടെന്ന് പറയുമ്പോഴും, ഞാൻ മുവഹിദാണെന്ന് പറയുമ്പോഴും ജീവിത പരിസരങ്ങളിൽ ഷിർക്കിന്റെ അംശങ്ങൾ ഇങ്ങനെ കൂടിക്കലരുന്നത്. ഷിർക്ക് മഹാ അപകടമാണ്. യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഇന്ന ഷിർക ലദുൽമുൻ അദീം. ഒരു കുട്ടിയോട് ചെറുപ്രായത്തിൽ തന്നെ ഷിർക്ക് മഹാപാപമാണ് എന്ന് ഒരു പിതാവ് പഠിപ്പിക്കുന്നതിനെ അള്ളാഹു എടുത്തുദ്ധരിക്കുമ്പോൾ അതിന്റെ പിറകിലെ ഗൗരവം അന്ത്യനാൾ വരേക്കുമുള്ള അത് വായിക്കുന്ന എല്ലാ മാതാപിതാക്കളും ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങളൊരു ഷൂ ഇടുകയാണ്. ആ ഷൂ ഇടുമ്പോഴേ ഒരു ചെറിയ ഒരു ചെറിയൊരു കല്ല്, ഒരു തരിയുടെ വലുപ്പത്തിലുള്ള ചെറിയൊരു കല്ലിന്റെ ഒരു കഷ്ണം നിങ്ങളെ ഷൂവിന്റെ ഉള്ളിൽ ഉണ്ടായാല്, ഒരു പെട്ടുകഴിഞ്ഞാൽ, നിങ്ങളുടെ ഷൂവിന്റെ ഉള്ളിൽ പെട്ടുകഴിഞ്ഞാല് നിങ്ങൾക്ക് ആ ഷൂവ് ചവിട്ടി നടക്കാൻ പറ്റൂ?
ചെറിയൊരു ഒരു മണൽത്തരി ഷൂവിന്റെ ഉള്ളിൽ പെട്ടുപോയി, നിങ്ങൾക്ക് നടക്കാൻ പറ്റൂല, നിങ്ങളെ സ്വസ്ഥതക്ക് ഭംഗം വരും, നിങ്ങളെ നടത്തത്തിന് താളുണ്ടാവില്ല. ഇതേപോലെയാണ് ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ താളപ്പിഴവ് സംഭവിക്കും. നമ്മള് അസ്വസ്ഥരാകും. ആ അസ്വസ്ഥതയിൽ പടച്ച തമ്പുരാനെ നമ്മൾ മറക്കും. പ്രതിസന്ധികൾ വരുമ്പോൾ പലതിലേക്കും നമ്മൾ ഓടിപ്പോകും. അവിടുന്ന് എന്തൊക്കെയോ കിട്ടുമെന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാല് പടച്ച തമ്പുരാനെ നന്നായി മനസ്സിലായാല് എന്നെ സൃഷ്ടിച്ച ഞാൻ ഈ രൂപത്തിൽ ഇങ്ങോട്ട് പൊട്ടി വീണവനല്ല, ഞാൻ ഈ കോലത്തിലായി സ്വയംഭൂവായി ഇങ്ങനെ എഴുന്നേറ്റവനല്ല, എന്റെ കോലം ഇതല്ല, ഞാന് ഒരു മൈന്യൂട്ടായ ഒരു സെല്ലായിരുന്നു എന്നും എന്റെ തുടക്കം ഒരു സെല്ലാണ് എന്നും ആ സെല്ലിന്റെ ഉള്ളിൽ ആ ഒരു മൈന്യൂട്ടായ ബിന്ദുവിന്റെ ഉള്ളിൽ ഈ കണ്ണും കാതും കേൾവിയും ഹൃദയവും നാഡീവ്യൂഹങ്ങളും മറ്റു അത്ഭുത സംവിധാനങ്ങളും നിറച്ചു വെച്ച് പടിപടിയായി എന്നെ പരിവർത്തിപ്പിച്ച സർവശക്തനായ നാഥൻ എന്റെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുവാനും എനിക്ക് വേണ്ടുന്നതെല്ലാം സമ്മാനിക്കുവാനും കഴിവുറ്റവനാണ് എന്ന തിരിച്ചറിവ് സ്വന്തത്തിലേക്ക് നോക്കി ഒരു വ്യക്തി സ്വയം സൃഷ്ടിച്ചെടുക്കണം. അതുകൊണ്ടാണ് ഒരാൾ അവനെ കുറിച്ച് അഗാധമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അവന്റെ സൃഷ്ടാവായ സർവശക്തനായ നാഥനെ കുറിച്ച് നല്ല അറിവ് അവന് ലഭിക്കുമെന്ന് അറബിയിൽ പറയുന്നത്. അഗാധമായി ചിന്തിക്കണം. അള്ളാഹു നിരന്തരം ഓരോ മനുഷ്യനോടും അവനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അല്ലേ? എന്തിനാണ് അങ്ങനെ പറയുന്നത്? നമ്മുടെ സംവിധായകരെ കുറിച്ച്, ഇതെല്ലാം സംവിധാനിച്ചൊരുക്കിയ ഒരു മഹാശക്തിയെ കുറിച്ചുള്ള നല്ല നിറഞ്ഞ ചിന്ത നമ്മുടെ മനസ്സിനെയും ചിന്തയെയും കുളിർ കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ്. ഫൽയൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ്, മനുഷ്യ നോക്കുന്നില്ലയോ നീ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന്, നീ എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്ന് നീ നോക്കുന്നില്ലേ? ഫൽയൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ്, അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അവൻ ചിന്തിക്കുന്നില്ലേ? ഖുലിഖ മിൻ മാഇൻ ദാഫിഖ്, തെറിച്ചു വീഴുന്ന രേതസ്കണത്തിൽ നിന്നും നിന്നെ സൃഷ്ടിച്ചു. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ, മനുഷ്യ നിനക്കൊരു കാലം കഴിഞ്ഞു പോയിട്ടില്ലേ, നീ എന്താണെന്ന് പോലും പറയാൻ പറ്റാത്തൊരു കാലം. അങ്ങനെ അറുപ്പുളവാകുന്ന ഒന്നിൽ നിന്നും നിനക്ക് നാം രൂപം നൽകിയില്ലേ? കൈഫ തക്ഫുറൂന ബില്ലാഹ്, നിനക്ക് എങ്ങനെയാണ് നിന്റെ സൃഷ്ടാവായ നാഥനെ നിഷേധിക്കുവാൻ കഴിയുന്നത്? വകുൻതും അംവാതൻ, നീ ഭൂമിയിൽ തന്നെ ഇല്ലാത്തവനായിരുന്നു, ഇല്ലായ്മയുടെ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. വകുൻതും അംവാതൻ ഫഅഹ്യാകും, ഇപ്പോഴിതാ നീ ഒരു പുതിയ സൃഷ്ടിയായി നിൽക്കുന്നു. ഇനി സുമ്മ യുമീതുക്കും, നിനക്ക് സമയം നിർണയിച്ചിട്ടുണ്ട്, ആ സമയം തീർക്കും, അഥവാ നിന്നെ മരിപ്പിക്കും. സുമ്മ യുഹ്യീകും, വീണ്ടും നിന്നെ സൃഷ്ടിക്കും. ഉണ്ടായി തീർന്ന ഒന്നിനെ പിന്നെ നശിപ്പിക്കാൻ പറ്റൂല. ഒരു സംവിധാനം സൃഷ്ടിച്ച മനുഷ്യനോട് പോയിട്ട് ഇത് നശിച്ചു കഴിഞ്ഞാൽ, ഇത് തകരാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഒരു ബുദ്ധിയുള്ള പോയി ചോദിക്കൂല. കാരണം ആ ഉണ്ടാക്കിയവൻ അറിയാം ഇനി അതിനെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അവന്റെ കയ്യിൽ നിന്ന് അവൻ ആദ്യം ഉണ്ടാക്കിയതിനെ വാങ്ങി അതിനെ കഷ്ണമാക്കി ചതച്ച്, അല്ലെങ്കിൽ അതിനെ പൊട്ടിച്ചു കളഞ്ഞ് നമ്മൾ ആ മനുഷ്യൻ ഉണ്ടാക്കാൻ പറ്റൂലേ? അയാൾ അതിനെ ആ രൂപത്തിൽ പരിവർത്തിപ്പിക്കുന്നതിന് മുമ്പേ അയാളുടെ ചിന്തയിൽ അതിനെ എല്ലാ അർത്ഥത്തിലും അതിന് രൂപം നൽകി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെക്കാളും അത് ബലിഷ്ഠമായ ഈ വാനഭൂമികളെ സംവിധാനിച്ചവനാണോ നിങ്ങളെ സൃഷ്ടിക്കാൻ കഴിവില്ലെന്ന് നിങ്ങൾ പറയുന്നത് എന്ന് സൂറത്ത് ഇസ്രായേൽ. ലാ തുശ്രിക് ബില്ലാഹ്, നീ മോനെ, പൊന്നു മോനെ, അള്ളാഹിനോട് നീ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് മഹാപാതകമാണ്. അപ്പൊ ദുൽമ് എന്ന് പറഞ്ഞാൽ എന്താണ്? നഖ്ലു ഹഖിൽ ഗൈരി ഇലൽ ഗൈരി, അതായത് നാം ഒരാൾക്ക് നൽകേണ്ട അവകാശത്തെ അർഹതയില്ലാത്ത മറ്റൊരാൾക്ക് നൽകുന്നതിനാണ് ശരിക്കും ദുൽമ് എന്ന് പറയും. അതുകൊണ്ടാണ്
അത് അള്ളാഹുവുമായിട്ട് ചേർത്ത് വെക്കുമ്പോൾ വലിയ പ്രശ്നമാണ്. അള്ളാഹുവിന് നൽകേണ്ട അവകാശങ്ങളെ, സൃഷ്ടാവിന് വകവെച്ച് നൽകേണ്ട അവകാശങ്ങളെ മനുഷ്യനേക്കാളും നിസാരമായ ഒന്നിന് അത് ചാർത്തി കൊടുക്കുക. മനുഷ്യന് തന്നെ അത് ചാർത്തി കൊടുക്കുന്നത് മഹാ അപകടമാണ്, മഹാപാതകമാണ്. എന്നാൽ അവനേക്കാളും നിസാരമായ ഒന്നിന് ചാർത്തി കൊടുത്താൽ അത് എത്രമാത്രം അതേ ഞാൻ പറഞ്ഞ അത് എത്രമാത്രം ബുദ്ധിശൂന്യമാണ്. അപ്പൊ നമ്മള് നന്നായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ മക്കൾക്കെല്ലാം നല്ല ചിന്തയും നല്ല ഉപദേശങ്ങളും നമ്മൾ സ്വയം അതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയിട്ട് പകർന്നു നൽകാനുള്ള കഴിവും ശേഷിയുമെല്ലാം അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. ഈ പറഞ്ഞു വന്ന കാര്യങ്ങളിൽ നമ്മളെ മക്കൾക്ക് നല്ല അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ബോധം നമ്മൾ പകർന്നു നൽകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ സമൂഹത്തിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ ഷിർക്കും കുഫ്റെല്ലാം പറയുമ്പോൾ മറ്റുള്ളവരെ അവഹേളിച്ചു നിന്ദിച്ചിട്ടെല്ലുമാണ് നമ്മൾ ഈ വിഷയം സംസാരിക്കുക. അത്തരത്തിലുള്ള ഉപദേശങ്ങൾ ഒരിക്കലും ഒരു കുഞ്ഞിന് ഫലം ചെയ്യൂല. നമ്മളിൽ തന്നെ അതിന് ഒരു രസം ഉണ്ടാവില്ല. മറ്റുള്ളവനെ നിന്ദിച്ചിട്ടോ അല്ലെങ്കിൽ അവഹേളിച്ചിട്ടോ ഒന്നുമല്ല പടച്ചോനെ പറയേണ്ടതും അള്ളാഹുവിന്റെ അളമത്തിനെ തിരിയേണ്ടതും. നമ്മളുടെ തന്നെ ഉള്ളിലുള്ള സത്യവും അനിഷേധ്യമായ ഒരു പ്രകൃതി ബോധവുമാണ് പടച്ചോനെ കുറിച്ചുള്ളത്. അതിനാൽ നമ്മൾ സ്വയം നന്നാകുക, അതിക്ക് നമ്മളിലേക്ക് ഇങ്ങനെ നോക്കുക. വലിയ വർത്താനമില്ല നമ്മൾ പറയും. നമ്മളെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാല് മഹാ ഷിർക്കിന്റെ കൂടാരങ്ങള് നമുക്ക് ചുറ്റും ഉണ്ടാവും. അപ്പോ നമ്മൾ സ്വയം ആദ്യം നന്നാക്കാനുള്ള ശ്രമം നടത്തുക. പിന്നെ വ്യക്തിവിരോധങ്ങള്, സമൂഹ അതുപോലെ തന്നെ സംഘടനാ പക്ഷപാതിത്വങ്ങൾ, വിരോധങ്ങളൊന്നും പുലർത്താതിരിക്കുക. മനുഷ്യരെല്ലാവരും മനുഷ്യൻ എന്നുള്ള നിലക്ക് നല്ലവരാണ്. എല്ലാവരും, എല്ലാ മനുഷ്യരും, എല്ലാവരുടെ ഉള്ളിലും പടച്ചോനെ കുറിച്ച്, പ്രപഞ്ചനാഥനെ കുറിച്ചുള്ള നല്ല ചിന്തയും ബോധവും നിലനിൽക്കുന്നുണ്ട്. മനുഷ്യനെ ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ച് മനുഷ്യരോട് സംസാരിക്കുകയും മനുഷ്യരെ ഉപദേശിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ആരെയും വെറുപ്പിച്ചുകൊണ്ടല്ല നമ്മൾ അള്ളാഹിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയേണ്ടത്. അത് അമ്പിയാക്കന്മാരെ സുന്നത്തിൽപ്പെട്ടതുമല്ല കേട്ടോ. അള്ളാഹിന്റെ അമ്പിയാക്കന്മാരെ സുന്നത്തിൽപ്പെട്ടതല്ല. ഫറോവയെ കുറിച്ച് പറയുന്ന ഒരു ഭാഗത്തെ ഇമാം ഷഅറാവി വിശദീകരിക്കുന്നുണ്ട്. നമ്മളത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞോന്ന് എനിക്കറിയില്ല. അതായത് അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ, ഞാനാണ് ഏറ്റവും വലിയ ദൈവം എന്ന് പറഞ്ഞ ഫറോവയുടെ അരികിലേക്ക് അള്ളാഹു ഒരു പ്രവാചകനെ പറഞ്ഞയക്കുകയാണ്. വഖുല്ലഹു ഖൗലൻ ലയ്യിന, അയാളോട് പോയിട്ട് മാന്യമായിട്ട് സംസാരിക്കട്ടോ. അപ്പോ അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ മനുഷ്യനോട് പോലും ക്രൂരനായ പിഞ്ചു പൈതങ്ങളെ അവർ പിറന്നു വീണ സമയത്ത് തന്നെ കൊന്നു തള്ളിയ മഹാക്രൂരനായ മനുഷ്യനോട് പടച്ചു തമ്പുരാനെ ആ രൂപത്തിൽ കാരുണ്യമുണ്ട്. അവനോട് പോയി സംസാരിക്കേണ്ടത് ഏറ്റവും മാന്യമായ വാക്കുപയോഗിച്ചിട്ടാണ് എന്നൊരു പ്രവാചകൻ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഒരു പ്രവാചകന് ഇമാം ഷഅറാവി പറയുന്നുണ്ട്, അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ അരികിലേക്ക് ഒരു പ്രവാചകനെ നിയോഗിക്കുമ്പോൾ ആ പ്രവാചകനോട് ഖൂലാലഹു ഖൗലൻ ലയ്യിന, നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിന്റെ അരികിൽ പോയി ഏറ്റവും മാന്യമായ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുക എന്ന് പറയുന്നു, അള്ളാഹു പഠിപ്പിക്കുന്നു. അപ്പൊ ഭൂമിയിൽ പടച്ചോനെ നന്നായി മനസ്സിലാക്കിയിട്ട് സുബ്ഹാന റബ്ബി അൽ അഅല എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് അള്ളാഹു ഏത് രൂപത്തിലെ ആയിരിക്കും അവന്റെ കരുണ, അവന്റെ മുകളിൽ അവന്റെ കരുണ വർഷിക്കുക. അപ്പോ അങ്ങനെ പറയുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും മാന്യമായ ഇടപെടൽ നടത്തുക, നല്ല സമീപനങ്ങൾ സ്വീകരിക്കുക, വ്യക്തിവിരോധങ്ങളെ, മറ്റു വിരോധങ്ങളൊന്നും ഇല്ലാതിരിക്കുക. ഈ മനസ്സിൽ ഇത്തരത്തിലുള്ള വിരോധങ്ങളും പകയും വെറുപ്പും ഉണ്ടെങ്കിൽ തന്നെ അത് തൗഹീദിന് വിരുദ്ധാണ്. എന്തുകൊണ്ട്? ക്രൂരനായ ഭൂമിയിൽ
ഏറ്റവും വൃത്തികേടുകൾ ചെയ്തൊരു മനുഷ്യനോട് പടച്ച തമ്പുരാനെ ഏറ്റവും മാന്യമായി സംസാരിക്കാൻ പറയുമ്പോഴേ അള്ളാഹുവിന്റെ വിശുദ്ധി ഒന്ന് ചിന്തിച്ചു നോക്കാട്ടെ നിങ്ങള്. നമ്മൾ പടച്ചോനെ കുറിച്ചിട്ട് പറയാണ് ആക്ഷേപ സ്വരങ്ങളിലൂടെ, നിന്ദിച്ചും അവഗണിച്ചും അവഹേളിച്ചിട്ടും നമ്മൾ പറയും. അപ്പൊ അതൊരു ശരിയായ നടപടിയല്ല, ശരിയായ സമീപനല്ല. അപ്പൊ നമ്മളെ കേൾക്കാൻ ആരും ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. മാന്യരായ നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും പുലർത്തുന്ന നല്ലവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ.